ഹായ് ഹലോ ഫാമിലി മെമ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗാട്ടോ. ഞാനിപ്പോൾ കോളേജിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. എനിക്കിന്ന് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലെ പോയതായിരുന്നു. രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയായപ്പോഴാണ് കഴിഞ്ഞിപ്പോൾ വീട്ടിൽ വന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം രാത്രി വരെയുള്ള വ്ളോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇത് ക്യാബേജ്, രസം, ചോറ്, ഇത് ഗ്രീൻ പീസിൻ്റെ കറി, നാരങ്ങച്ചാറ്, രൂപിക്കാം. അപ്പോൾ എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. രാവിലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ പോയതാണ്. കിച്ചണൊന്നും അങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അമ്മ ക്ലീനാക്കി വെച്ചിട്ടാണ് പോവല്. പക്ഷേ ഇതെന്തോ അമ്മയ്ക്ക് കുറച്ച് തിരക്കായിരുന്നു, ഞങ്ങൾ ഇറങ്ങാൻ വൈകി. സോ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. 2 കിച്ചണുണ്ട്. ഒന്ന് മറ്റേ അടുപ്പ് കത്തിക്കില്ലേ, അങ്ങനത്തെ കിച്ചണ്, രണ്ടാമത്തെ മറ്റേ ഗ്യാസ് സ്റ്റൗവിൻ്റെ കിച്ചണ്. അപ്പം അത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് എന്താ സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് അധികമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് രാവിലെ ഓൾറെഡി തുടച്ചിട്ടിട്ടായിരുന്നു പോയേ. പക്ഷേ ആ ഒരു കുക്ക് ചെയ്തതിൻ്റെ ഒരുപാട് ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൂരി എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് തുടങ്ങിയില്ലെന്ന് ഓർത്തിട്ട് പിന്നെ എനിക്ക് വലിയ ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഓർത്തു നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് നമ്മുടെ ഈ പാത്രം കഴിയുന്ന വിമ്മില്ലേ, ആ സൊല്യൂഷൻ വെച്ചിട്ട് നല്ലൊരു സ്ക്രബ്ബറൊക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് തേച്ചൊരച്ച് കഴുകാം കേട്ടോ. ഇതിപ്പോൾ ഇത്ര സ്പീഡ് ആയതുകൊണ്ടാണ് ഞാനൊരു 1/2 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ചെയ്ത് തീർത്തത്. അപ്പോൾ നല്ല രീതിക്ക് കണ്ടോ, ഈ ഒരു ലോഷൻ കണ്ടോ, ഈ ഒരു ലോഷനും ഈ ഒരു സ്ക്രബ്ബറും കൂടിയിട്ട് അത് ഉരച്ച് കഴുകിയിട്ട് ഈ ഒരു ലോഷൻ വെച്ച് ഫ്ലോർ ക്ലീനർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ച് എടുക്കും. അപ്പം നല്ല തിളങ്ങിയിരിക്കും. എനിക്ക് കിച്ചൺ നല്ല രീതിക്ക് എപ്പോഴും ക്ലീനായിട്ട് എടുക്കണം കേട്ടോ, അതൊരു നിർബന്ധമാണ്. പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് സെറ്റായപ്പോഴേക്കും ഫുൾ ഓക്കെ. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് കിടന്നുറങ്ങണം. നല്ല ഉറക്കം വേണ്ടിയുണ്ട്. വെയിൽ കുറേ കൊണ്ടുകൊണ്ട് തലയ്ക്ക് നല്ല വേദന പോലെ. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. ഇവർക്കൊന്ന് ക്ലാസ്സിലാട്ടോ. ഇവർക്ക് നാളെ എലക്ഷൻ അല്ലേ, അപ്പോൾ ഇവരുടെ സ്കൂളിലാണ് എലക്ഷൻ്റെ ബൂത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ക്ലാസ്സില്ല. സോ ഇവള് ഫോണൊക്കെ കണ്ടിരിക്കുകയാണ്, ഒന്നും പഠിക്കുന്നില്ല. തീർത്ഥയുടെ ടീച്ചർ ധന്യ ടീച്ചർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർത്ഥ ഒന്നും പഠിക്കുന്നില്ല. തീർത്ഥ ജസ്റ്റ് വാച്ചിങ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം റീൽസ്, നോ സ്റ്റഡി, ഓൺലി വാച്ചിങ്, ഓൺലി സ്ക്രോളിങ്. ധന്യ ടീച്ചർ വൈബാണ്, ഓക്കെ. പക്ഷെ നീ പഠിക്കണ്ടേ? ഞാൻ പഠിക്കണ്ടേ? എൻ്റെ എക്സാംസ് കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഇന്നത്തോടെ കംപ്ലീറ്റ് ആയി. എൻ്റെ എക്സാംസ് കഴിഞ്ഞു, എൻ്റെ ഫീൽഡ് വർക്ക് കഴിഞ്ഞു, എൻ്റെ പ്രസൻറ്റേഷൻ, വൈവ, സ്കിൽ ഡെവലപ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ചിൽ ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റന്നാൾ മുതൽ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്. 15-ാം തീയതി എക്സാം തുടങ്ങുന്ന ആളാണ് ഇവിടെ ഇങ്ങനെ ചിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇപ്പോഴേ ടെൻഷൻ അടിച്ച് അപ്പം കൂടുള്ളൂ. അപ്പൊ ഇപ്പൊ ടെൻഷൻ അടിക്കാണ്ട് ചില്ലിയാണെങ്കിൽ അപ്പൊ കുറഞ്ഞു കിട്ടും. അതാണ് എൻ്റെ ഒരു ഐക്യം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ശല്യപ്പെടുത്താൻ പോവാണ്. അപ്പൊ ഇവക്ക് ജീവനുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഉറങ്ങുന്ന പോലെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്താൽ കേട്ടോ. പക്ഷേ ചീറ്റിപ്പോയി. ക്യാമറ കണ്ട ആൾക്ക് ചിരി വരും. ഞാൻ ഉറങ്ങി എണീറ്റു കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയോളൂ. എന്നിട്ട് എണീറ്റു. അപ്പം ഞാൻ ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ചായയൊക്കെ ചേച്ചി ഉണ്ടാക്കി തന്നു. അപ്പോൾ ചായ കുടിക്കാൻ കേട്ടോ.
അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ മുറ്റം തൂക്കാൻ ഇറങ്ങായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ പറഞ്ഞിട്ടാണ് പോയ വഴിയും കൂടെ തൂത്തിടണമെന്ന്. അപ്പോൾ ഞാൻ വഴി ഒന്ന് തൂക്കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം പുല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലൊന്ന് ചെത്തി മെനക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൂമ്പയൊക്കെ എടുത്ത് ചെത്തുന്നത്. എനിക്ക് ഇങ്ങനെ ചെത്താനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പുല്ല് പറിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കൊച്ചു പറഞ്ഞു, എന്നാൽ പിന്നെ തൂമ്പ എവിടെ ഇരിപ്പുണ്ടല്ലോ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം തന്നെ ക്ലീനായിട്ട് പോരണ്ടായിരുന്നു. ഇവിടെ ഈ വഴി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട് കേട്ടോ. ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കൂടുമ്പോൾ അടിക്കാറുണ്ട്. അത് കാരണം വലിയ രീതിക്ക് ഇതൊന്നുമില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് തൊടി ആയതുകൊണ്ട് ആ തൊടിയിലത്തെ തേക്കാണ് മൊത്തം. അപ്പോൾ ആ തേക്കിൻ്റെ ഇലയൊക്കെ ചാടിയിട്ട് ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഇതിലേക്കുള്ള ആൾക്കാരൊക്കെ പോകണല്ലേ, അപ്പോൾ എന്തെങ്കിലും കയറിയിരുന്ന് അറിയില്ലല്ലോ. പ്രത്യേകിച്ച് തണുപ്പല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഫുൾ അടിച്ച് ക്ലീനാക്കി ഇട്ടത്. അപ്പോൾ വഴി ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അച്ഛമ്മയുടെ കൂടെ ഒന്ന് വഴി വരെ പോയതായിരുന്നു കേട്ടോ, എന്തോ കൊണ്ടു കൊടുക്കാനായിട്ട്. അത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഞാൻ അനിയത്തി മോളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് വീടിൻ്റെ. എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. പിന്നെ ഇവിടെ അകത്തൊന്ന് തൂത്ത് വരണം. അത് ഞാൻ കുളിച്ചിട്ടാണ് തൂത്ത് വരുന്നുള്ളൂ. ഞാൻ മൊത്തം മുഷിഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം അലക്കാനായിട്ട് വന്നേക്കാം കേട്ടോ. രാവിലെ ഒരു പ്രാവശ്യം അലക്കിയായിരുന്നു, പക്ഷേ വൈകുന്നേരം കുളിച്ചതിൻ്റെ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അലക്കാനായിട്ടേക്കാം. അലക്കാനിട്ടപ്പോൾ ഇടാൻ വന്നപ്പോഴാണ് മനസ്സിലായത് മോട്ടറിൽ ടാങ്കിൽ വെള്ളം തീർന്നു. ഇപ്പം ടാങ്കിൽ വെള്ളം അടിക്കാൻ പോവാ. ഇങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരു പണി ചെയ്യാൻ നിൽക്കുമ്പോൾ 100 പണി അതിൻ്റെ പുറത്ത്. ഐ ഹേറ്റ് ദാറ്റ്. ഇപ്പം ഇതിവിടെ കിടന്ന് സെറ്റായിക്കോളും. ഞാൻ പോയി ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പം അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അകമൊക്കെ തൂക്കാൻ പോയിട്ടോ. അപ്പോൾ സാധാരണ ഇത് അനിയത്തിയാണ് ചെയ്യാറ്, പക്ഷേ അവളെന്തോ വീഡിയോ എടുക്കാനായിട്ട് പോയിക്കായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് എല്ലായിടത്തും നിന്ന് തൂത്ത്, എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. അപ്പം ഞാൻ ഓക്കെ ക്ലീനാക്കി ഇടാമെന്ന് എഴുതി. അപ്പം ഞാൻ അകം മൊത്തം തൂത്ത് വൃത്തിയാക്കാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ, സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി എൻ്റെ സാധനങ്ങളൊക്കെ മേശയിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. എന്തോരം ക്ലീനാക്കിയാലും പിന്നെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വേഗം എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന മേശയിലല്ലേ. അപ്പം മേശയിൽ ഹെൽമെറ്റും അത് ഇത് ഞാൻ തന്നെ ചില സമയത്ത് കൊണ്ടുവയ്ക്കൽ. അപ്പം അങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ ടിവിയുടെ സ്റ്റാൻഡിൻ്റെ അവിടെ ഈ ചാർജർ, അച്ഛൻ്റെ കണ്ണട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ചെയ്യും. ഒന്നെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. എനിക്ക് ക്ലീൻ ആക്കുന്നത് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് പോവും. പിന്നെ ഏതെങ്കിലും പാട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീനാക്കി സമയം പോകുന്നതേ അറിയില്ല, ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ലോഷനില്ലേ, ഫ്ലോർ ക്ലീനർ, അത് വെച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും ഒന്ന് തൂത്ത് തുടച്ചെടുക്കുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തൂത്തിട്ട് ഈ ഫ്ലോർ ക്ലീനർ വെച്ച് നന്നായിട്ട് തൂത്ത് തുടച്ചെടുക്കും. ടി വിയിൽ ഞാൻ തുടിക്കുന്നില്ല കേട്ടോ, നനഞ്ഞ തുണി ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഞാനിങ്ങനെ അടിച്ച് തൂത്ത് വാരി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മൾ കിടക്കുന്ന റൂം ജസ്റ്റ് ഒന്ന് ഓൾറെഡി ക്ലീനായിട്ടായിരുന്നു കിടന്നിരുന്നത്. എന്നാൽ ഞങ്ങൾ കിടന്നതിൻ്റെ ഒരു ഇതുണ്ടാവില്ല ചുളുക്ക്, അവർ ജസ്റ്റ് അതൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് ക്ലീനാക്കി ഇടായിരുന്നു. അപ്പോഴേക്കും അനിയത്തിയാണ് സാധാരണ ഞാൻ പറഞ്ഞല്ലോ അകത്തടിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ അടിച്ചോളാം, പോയി ക്ലീനാക്കിക്കോ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ മൊത്തം ഒന്ന് കുടഞ്ഞ് വിരിച്ച് അങ്ങനെ സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ. കണ്ടോ, അവൾ ചെയ്തോളും, പറയാണ്ട് തന്നെ ചെയ്തോളും. ഫുൾ ക്ലീനാക്കിയൊക്കെ ഇട്ടേക്കാണേ. പിന്നെ സന്ധ്യ ആയപ്പോൾ ഫുൾ ക്ലീനാക്കി കഴിഞ്ഞാൽ അടിച്ച് ഊരി തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട് മൊത്തം പുകച്ചു. നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്, അതുകൊണ്ടിട്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഡാൻസ് റീൽ എടുക്കാൻ പോകട്ടെ. അപ്പോൾ കുറച്ച് ദിവസമായി എൻ്റെ അക്കൗണ്ടിൽ ചാനലിൽ ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്തിട്ട്, കാരണം എനിക്ക് പ്രസൻറ്റേഷനും വൈവയും അതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. സോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ആയിട്ട് ഒരു ക്ലാസിക്കൽ ഡാൻസാണ് നമ്മൾ കളിക്കാൻ പോണത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബൈ.
അപ്പം ഞാൻ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യട്ടോ. കുറേ ദിവസമായി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എക്സാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാമപ്പൊന്നും ചെയ്യാത്ത കാരണം ചെറിയ കൈയും കാലും വേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അല്ലെങ്കിൽ അനിയത്തിയായിട്ട് എനിക്ക് എപ്പോഴും വീഡിയോസ് എടുത്ത് തരൽ. അപ്പോൾ ചേച്ചിയുടെ ഫോണിൽ എനിക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഏറ്റവും പെർഫെക്ഷനിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാരിയുടെ ബ്ലൗസ് അല്ല അത്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ഇട്ടാണ്. എന്താ പോയി അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ. മൂന്നാമത്തെ ടേക്കിൽ പറഞ്ഞില്ല അതെനിക്കറിയില്ല. കണ്ടോ സ്കൈ കണ്ടു പോയി ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിനി ഡ്രസ്സ് വാങ്ങാം. അയ്യോ പഠിച്ചോ, കുറച്ച് ദിവസമായല്ലേ കളിച്ചിട്ട്, അതുകൊണ്ട് മടുത്തു പോയി. അത്ര വയസ്സൊന്നും ആയില്ല ഗൈസ്. ഐ എം 21 years old. സാരി ഒന്നും എടുത്ത് ശരിയായിരുന്നില്ല. പിന്നെ ഇന്ന് എടുക്കണം എന്ന് എനിക്ക് വാശിയായിരുന്നു. സോ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് എടുത്തു. ഞാൻ പോയി ഗെറ്റ് അൺറെഡി ആവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 6:30 സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദേ വിളക്ക് വയ്ക്കുകയാണ്. ഞാനും ചേച്ചി അനിയത്തിയും കൂടിയിട്ടാട്ടോ വിളക്ക് വയ്ക്കുന്നത്. ഞങ്ങളിന്നും ഫ്രണ്ടിൽ നിലത്തിരുന്നിട്ടാട്ടോ വിളക്ക് വയ്ക്കൽ. അപ്പോൾ ഞാനാണ് മിക്ക ദിവസം ഇങ്ങനെ വിളക്ക് കൊളുത്താറ്. വിളക്ക് കൊളുത്തിയിട്ട് പ്രാർത്ഥന ഒരു 3/4 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ വിളക്ക് കൊളുത്താണ്. ഞങ്ങളിവിടെ 5 തിരിയിട്ടിട്ടാട്ടോ വിളക്ക് കൊളുത്തുക. എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ സർപ്പക്കാവ് ഉണ്ട് കേട്ടോ, ഈ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ അവിടേക്കൊന്ന് കാണിക്കാറുണ്ട്. അതിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ. കൊച്ചിലെ മുതൽ അങ്ങനെ ചെയ്യുമായിരുന്നു. അത് കാരണം അങ്ങോട്ട് പിന്നെ കാണിക്കലുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു തുളസിത്തറയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് പണിതിട്ടേണ്ടതാണ്. ഭാവിയിൽ ഇത് കുറച്ചുകൂടി നന്നായിട്ട് പണിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അവിടെ ഒരു തിരി വെക്കുന്നുണ്ട് കേട്ടോ, അതും എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ ഞാനും ചേച്ചിയും മാവയും കൂടിയിട്ട് കുറേ നാമങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ചുറ്റും നമ്മൾ ആദ്യം പുകച്ചേർന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടിന് ചുറ്റും നമ്മളിങ്ങനെ കർപ്പൂരം ഇത് ചിരാതിൽ കാണിച്ചിട്ട് വീട്ടിലെല്ലായിടത്തും നമ്മൾ കാണിക്കാറുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി എന്തിനാണ് കാണിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, ഇതിൻ്റെ പുറകെയുള്ള ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇന്നും കാണിക്കാറുണ്ട് കേട്ടോ, ഒരു പോസിറ്റീവ് വൈബായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിലേക്കുള്ള പരിപാടി നോക്കാൻ കേട്ടോ. ഞാനും അമ്മയും കൂട്ടിയിട്ടാണ് എല്ലാം ചെയ്യണത്. അപ്പം ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടെ കപ്പ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ് ഞാനും അമ്മയും കൂടെ. കപ്പയും പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്, ഗ്രീൻ പീസ് കറി. അമ്മ അവിടെ കപ്പ സെറ്റ് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ പീസ് കറി ഉണ്ടാക്കും. കപ്പ ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടെ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കപ്പ ഒലത്താണ് ചെയ്യുന്നത്. ഇവിടെ ഒലത്താന്നാണ് പറയുന്നത്. ചിലടത്ത് ഉപ്പേരി വയ്ക്കുക, അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുക, അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമായിരിക്കും. കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂള അങ്ങനെയൊക്കെ പറയില്ലേ, ടാപ്പിയൊക്കെ, അതാണ് സാധനം. അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കൊത്തി അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളിങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി താളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കപ്പ അതിനകത്തേക്ക് ഇട്ടു, എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കുറച്ച് ഡ്രൈ ആയിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ചെയ്യണത്. ഞാനെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി രാവിലത്തേക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാലൻസ് വന്നത് ജസ്റ്റ് ഒന്ന് ഒരു മസാലക്കറി പോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ഇവിടെ അതൊക്കെയായിട്ട് കോമ്പിനേഷൻ കപ്പ മുട്ടക്കറി, കപ്പ സ്റ്റൂവ്, കപ്പ മസാലക്കറി, അതൊക്കെ കഴിക്കും ഞങ്ങൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
പിന്നെ ഞാനും അമ്മ ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നാളെ ഇലക്ഷൻ ആണല്ലോ, അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയില്ലായിരുന്നു. എപ്പോഴാണ് പോകണ്ടേ, എങ്ങനെ ആർക്കാ വോട്ട് അങ്ങനെയൊക്കെ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അമ്മേനെ ചെറുതായിട്ട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ അത് കണ്ടിട്ട് ദേഷ്യപ്പെടും. പിന്നെ എനിക്കിങ്ങനെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു പഴം കഴിച്ചു. വൈകുന്നേരം നമ്മളൊന്നും കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പഴം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. കുറച്ച് കുറേ പണിയെടുത്തല്ലോ, അപ്പോൾ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറേ വെള്ളമൊക്കെ കുടിച്ചു. ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയാണ്. എന്തായാലും ഇത് വാടാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ഒരു പഴം കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിടാണ്. പിന്നെയും കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതിനിടയ്ക്ക് ഈ 2 കൂടെ വന്നിട്ട് എനിക്ക് തലയ്ക്ക് സൗകര്യമുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്നുമില്ല, വെറുതെ വന്നിട്ട് ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ വെറുതെ അമ്മയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നെ എടുത്ത് പൊക്ക്, എന്നെ എടുത്തൊക്കെ പൊക്ക്, ഇവിടെ ഗുമ്മാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയുന്നില്ല, വെറുതെ അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഇമിറ്റേറ്റ് അപ്പോൾ ഞാനാണ് മൂത്തെന്നാണ് വിചാരം ഇവരിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ ഇങ്ങനെ കൈയിട്ട് വരി കഴിക്കാതെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ രണ്ടുപേരും ചീത്ത പറഞ്ഞിട്ട് വെറുതെ എൻ്റെ കറി കൊളാക്കല്ലേ, എന്നെ ദേഷ്യപ്പിടിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് 2 പേരും പോയി. പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല. പക്ഷേ ഇവരുള്ള കാരണം നമുക്ക് ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മളിങ്ങനെ പണിയെടുക്കുന്ന ഇതൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് കറിയൊക്കെ സെറ്റ് ആയി കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു. ഇതാണ് നമ്മുടെ കറി. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഞാനും അച്ഛനും അനിയത്തിയും കൂടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കപ്പയും നമ്മുടെ പീസ് കറി പിന്നെ എന്തോ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇട്ടു കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അതുകൊണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ കിടക്കാൻ പോവാണ്, കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ബൈ.